54-ാം ദിവസവും സമരം തുടരുകയാണ് ആശാപ്രവർത്തകർ. നിരാഹാര സമരവും 16-ാം ദിവസത്തിലേക്കും സർക്കാർ ഇന്ന് വീണ്ടും ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ചേക്കുമെന്നുള്ള വാർത്തയും പുറത്തുവരുന്നുണ്ട്. പഠന കമ്മീഷനും സംയുക്ത ചർച്ചയും വേണ്ടെന്നാണ് ആശമാരുടെ നിലപാട്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, കഴിഞ്ഞ ദിവസം തന്നെ ആശമാർ നിലപാട് വ്യക്തമാക്കിയതാണ്. തങ്ങൾ സമരവുമായി മുന്നോട്ട് തന്നെ പോകും, തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ആ ഒരു സമരം തുടരുമെന്നുള്ള ശക്തമായൊരു നിലപാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒരുപക്ഷേ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയൊരു വനിതാ സമരമായി ആശാവർക്കർമാരുടെ ഈ ഒരു സമരം മാറുകയല്ലേ? തീർച്ചയായിട്ടും വിഷ്ണു, സമരം ഇന്ന് ഏതാണ്ട് 54 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അതോടൊപ്പം നിരാഹാര സമരം 16 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. 3 വട്ട ചർച്ചകൾ കഴിഞ്ഞു. ഈ ചർച്ചകൾ 3 വട്ട ചർച്ചകൾ കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ആശാവർക്കർമാർക്ക് അനുകൂലമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു നിബന്ധനകളും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ആശാവർക്കർമാരും അതോടൊപ്പം തന്നെ സംയുക്ത ട്രേഡ് യൂണിയന്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. CIT ഉൾപ്പെടെയുള്ള ഇടത് ട്രേഡ് യൂണിയനുകൾ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ സമരം ചെയ്യുന്ന ഏതാണ്ട് 23,000-ഓളം വരുന്ന ആശാ വർക്കർമാരുടെ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത് അവർക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ വിരമിക്കൽ തുകയും പ്രഖ്യാപിക്കുക എന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ അധികൃതരോ ഇവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഇവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതുമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേർന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയുമായിട്ട് ചർച്ച ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ 3 വട്ട ചർച്ചകളിലും സംസ്ഥാന സർക്കാർ ഈ സമരത്തെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഈ സമരത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഈ സമരത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സമരവുമായിട്ട് അല്ലെങ്കിൽ ഈ സമരം ഇരിക്കുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് പോകാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രമമില്ല. കാരണം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമരമാണ്. പക്ഷേ എന്നിട്ട് പോലും സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടൊരു അനുകൂല നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സ്ത്രീകളാണ് കഴിഞ്ഞ 54 ദിവസമായിട്ട് രാവും പകലുമില്ലാതെ വെയിലും മഴയും ഇല്ലാതെ സമരം ചെയ്യുന്നത്. അവരുടെ ആവശ്യങ്ങൾ, വിരമിക്കൽ ആവശ്യം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സമരം. സർക്കാരിൻ്റെ സമരത്തിന് മുന്നേ പറഞ്ഞുകൊണ്ട് ഈ സമരം, അതായത് സെക്രട്ടേറിയറ്റ് പടിക്കലിലേക്ക് സമരം മാറ്റുന്നതിന് മുന്നേ തന്നെ സംസ്ഥാന സർക്കാരിനോടും ആരോഗ്യ വകുപ്പിനോടും ഇവർ ആവശ്യങ്ങൾ അറിയിച്ചിരുന്നതാണ്. ഇവരുടെ ഇൻസെൻറ്റീവുകൾ മുടങ്ങുന്നു, ഇവരുടെ ഓണറേറിയം മുടക്കുന്നു. ആ സാഹചര്യത്തിലൊക്കെ ഇവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ അത് സർക്കാർ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ടായിരുന്നു കണ്ടത്. പക്ഷേ അതിന് പിന്നാലെയാണ് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഈ സ്ത്രീ സംഘടന അല്ലെങ്കിൽ ആശാവർക്കർമാരുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സമരം ശക്തമാകുന്ന ഘട്ടത്തിൽ പോലും സർക്കാരിന് അനുകൂലമായിട്ട് തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. ഈ 4-ാം വട്ട ചർച്ചയിലും ഇവർക്ക് അനുകൂലമായിട്ട് തീരുമാനമെടുക്കുമോ എന്ന കാര്യത്തിനും പ്രതീക്ഷയിൽ. എന്തായാലും 54 ദിവസങ്ങൾ പിന്നിടുകയാണ്. സമരം തുടങ്ങി, നിരാഹാര സമരം തുടങ്ങി 16 ദിവസം പിന്നിടുന്നു. ഒന്നിലധികം ആശമാരാണ് ഇവിടെ നിരാശയേറ്റ് അല്ലെങ്കിൽ ബോധരഹിതരായിട്ട് ഈ സമരം നടക്കുന്ന സമയത്ത് ഈ സമരപ്പന്തലിൽ വീണത്. അപ്പോൾ പോലും സർക്കാരിന് കണ്ണു തുറക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇവരുടെ ഭാഗത്തു നിന്ന് നീതി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവിടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അധികൃതരുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നീതി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ആശങ്കയുള്ളത്. വിഷ്ണു. ശരി, ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.